ഇന്നലെ നാളെ കർക്കിടകം തുടങ്ങുകയാണ്. അപ്പം എന്നാന്ന് വെച്ചാൽ പുണ്യമാസവാ, എല്ലാവരും എന്നാ പറയുക വെജിറ്റേറിയൻ ആവുകയാണ്. അതുകൊണ്ട് ആനി ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷ് ചെയ്യുമായിരിക്കും എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ഒരു തെറ്റുമില്ല, ഇന്ന് വെജിറ്റേറിയൻ തന്നെ ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്നാന്ന് വെച്ചാൽ രാമായണ മാസത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. മനസ്സുകൊണ്ടും നമ്മളൊരു ഭയങ്കര ശുദ്ധി എന്താ പറയുക ഭക്തി നിറഞ്ഞ ഒരു സമയമാണ്, പുണ്യമാസമായതുകൊണ്ട്. അത് മാത്രമല്ല ആയുർവേദ ചികിത്സകളൊക്കെ ഒത്തിരി ശാരീരികമായും മാനസികമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലെൻസ് ചെയ്യുന്ന ഒരു സമയവും കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. വെജിറ്റേറിയൻ ഡിഷ് രണ്ട് കാര്യങ്ങളുണ്ട്, രണ്ടും സത്യമാണ്. ഒന്ന്, നമ്മുടെ ഗസ്റ്റിന് വെജിറ്റേറിയൻ വേണം. സെക്കൻഡ്ലി, നമുക്ക് കർക്കിടക മാസം കൂടെയാണ്. അപ്പോൾ വെജിറ്റേറിയൻകാർ കൂടുതൽ പറയാറുണ്ട് എന്നോട്, ഒരിക്കലും വെജ് കാണിക്കാറില്ല, മിക്കപ്പോഴും നോൺ വെജാ ചെയ്യുന്നത്. അതിൻ്റെ റീസണും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞു തന്നാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ജോയിൻറ്റ് ഫാമിലിയിൽ ജീവിച്ച ഞാനായതുകൊണ്ട് എനിക്ക് ആൻറ്റിമാരുണ്ട്, അമ്മച്ചിമാരുണ്ട്. ഇവരെല്ലാവരോടും പഠിച്ചാണ് ഞാൻ കുറേയൊക്കെ പാചകം പഠിച്ചത്. അതായത് ഫസ്റ്റ് ആയിട്ട് എൻ്റെ അമ്മയുടെ നിന്നാണ്, അതിനൊരു മാറ്റവും. പക്ഷേ ഇനിയും പഠിക്കണം എന്ന് നമ്മൾ തോന്നുന്ന സമയത്ത് പലരുടെ അറിവുകൾ നമ്മൾ ശേഖരിക്കാൻ ശ്രമിക്കും. അങ്ങനെ ശ്രമിച്ച ഒരു കറിയാണ് ഇത് ശരിക്കും കാഷ്യൂ മസാല കറി എന്നാണ് പറയുന്നത്. വെജിറ്റേറിയൻ സമയത്ത് നമ്മൾ ഒരുപാട് നോൺ വെജ് ഒക്കെ കഴിച്ച വ്യക്തികൾ, അതായത് ഇന്ന് വരെ നോൺ വെജ് കഴിച്ച് നാളെ തൊട്ട് ഇനി വെജാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ, അവർക്കൊക്കെ ഒരു സമാധാനത്തിന് ഞാൻ പറയുക, ഈ ഒരു കറി നമ്മൾ വെക്കുവാണെങ്കിൽ ചെറുതായിട്ടൊരു ഇറച്ചിക്കറിയുടെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് പനീർ ഇടാം, ഉരുളക്കിഴങ്ങിടാം, പിന്നെ എന്നാ കോളിഫ്ലവർ, ഇതൊക്കെ ചേർക്കാവുന്നേ ഉള്ളൂ. ആ ഒരു മസാല ഫ്ലേവർ വരുമ്പോൾ ഇത് പുളിശ്ശേരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഇനിയിപ്പോൾ അതല്ല ചപ്പാത്തിയുടെ കൂടെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പം ഇന്ന് ഇതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്ന് വെച്ചാൽ, ഫസ്റ്റിന് വേണ്ടിയത് ഒരു ഇച്ചിരി കടുക, പിന്നെ വേണ്ടിയത് ഞാനിവിടെ ഒരു എന്നാ പറയുക ഒരു 10 20 ചെറിയ ഉള്ളി ആണ് ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളി അരിയാൻ ഇച്ചിരി പ്രയാസമാണെന്നുണ്ടെങ്കിൽ സവാള കൊച്ചായിട്ട് അരിഞ്ഞാലും മതി. അതായത് ചോപ്ഡ് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ ഉപ്പുമാവിനൊക്കെ അരിയൽ എന്ന് പറഞ്ഞ പോലെ അരിഞ്ഞാലും മതി. പക്ഷെ ചെറിയ ഉള്ളിക്കാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടിയാണ് വേണ്ടേ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, തക്കാളി ഈ പറഞ്ഞ പോലെ ഒരു വലിയ മുഴുത്ത തക്കാളി അരിഞ്ഞേക്കുന്നത്. ഇത് കുറച്ച് കാഷ്യൂ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണമെന്നോ, പച്ച കശുവണ്ടി കിട്ടുവാണെങ്കിൽ അതും മേടിച്ചാലും മതി. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി ഉപ്പ്, ഇത് 1-ാം പാല്, ഇതേപോലെ തന്നെ കുറച്ച് 2-ാം പാല്. ഇനി ഇതെല്ലാം പോയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ചെടുക്കണം. ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടിയത്. ഇതിനകത്ത് ഇറച്ചിയില്ലാന്നേ ഉള്ളൂ, അതിന് വരെ നമ്മൾ കാഷ്യൂ ഇട്ടാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഇറച്ചി മസാലയുടെ ടേസ്റ്റ്. ഇനി ഇതൊന്നും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വേണമെന്ന് വിചാരിച്ചോ, എന്നാൽ ഒരു ഇച്ചിരി ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഏതെങ്കിലും ഒന്ന് നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അത് ചേർക്കുവാന്നേൽ പൊടിയുടെ എണ്ണം അങ്ങ് കുറച്ചേച്ചാൽ മതി. എന്നിട്ട് മീറ്റ് മസാല അതിന് എത്ര ചേർക്കുന്നോ അതങ്ങ് ബാലൻസ് ചെയ്തേച്ചാൽ മതിയേ. ഇപ്പോൾ ഫസ്റ്റ് എന്നാ ചെയ്യുന്നത്, ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതല്ല റിഫൈൻഡ് ഓയിലാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പക്ഷെ വെളിച്ചെണ്ണ ഞാൻ പ്രിഫർ ചെയ്യുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. എണ്ണ ഒരു ഇച്ചിരി നല്ല ചൂടായിട്ട്, കട്ടിയുള്ള ചീനച്ചട്ടിയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കറി വെക്കാനും എളുപ്പമാണ്, നമ്മൾ ഇടുന്ന സാധനങ്ങൾ വഴറ്റി വരാനും എളുപ്പമാണ്. അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി, ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഇഞ്ചിയും കൂടെ നമുക്ക് ചേർക്കാം. ഇപ്പം ടീസ്പൂൺ കണക്കല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു കൈ കണക്കാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കൊരു ഇച്ചിരി വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം, മസ്റ്റല്ല, പക്ഷെ ഞാൻ ചേർക്കുന്നില്ല. വെളിച്ചെണ്ണ, ഉള്ളി, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചേർത്താൽ അതിൻ്റെ കൂടെ ചേരേണ്ട ഒരു സാധനമാണ് കറിവേപ്പില. ഇനി എന്നാന്ന് വെച്ചാൽ ഇത് കറക്റ്റ് നല്ല ബ്രൗൺ കളർ ആവണം.
അതായത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉള്ളി എപ്പോഴും വാട്ടി നല്ല ബ്രൗൺ ആയാലേ കറിക്ക് ഒരു തിക്നെസ് കിട്ടത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് ചേർക്കണം. ഏതാ എളുപ്പം? എനിക്ക് കൂടുതൽ സ്വാദ് തോന്നിയിട്ടുള്ളത് ഈ അരിഞ്ഞു വെച്ച ഉള്ളി ബ്രൗൺ ആക്കി എടുക്കുമ്പോഴാണ്. പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ ഒരു ഇച്ചിരി ഉപ്പിടാം. നമ്മൾ ഓരോ ഇൻഗ്രീഡിയന്റ് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെതായ സമയം എടുത്തെടുത്ത് ചേർക്കുവാന്നേല. അതായത് മഞ്ഞപ്പൊടി ഇട്ട് അതൊന്ന് മൂക്കുക, മുളക് പൊടി ഇട്ടൊന്ന് മൂക്കുക, അല്ലെങ്കിൽ പോട്ടെ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് അത് നല്ല ബ്രൗൺ ആകുക, അങ്ങനെ 1 by 1 ആയിട്ട് ചേർക്കുവാന്നേല നമുക്ക് കറി വെക്കുന്ന ആൾക്കും എളുപ്പമാണ്. മാത്രമല്ല അതിന്റെ മൂപ്പ് പച്ചച്ചൊവ്വ ഇതെല്ലാം മാറാനും എളുപ്പമാണേ. ഒഴിച്ച എണ്ണ ഒരു ഇച്ചിരി കുറവാ, അന്നേരം ഞാൻ ഒരു ഇച്ചിരി കൂടെ ഒഴിക്കുക. എണ്ണമയ ഇല്ലേലുണ്ടല്ലോ അതൊരു ഡ്രൈ ആയിട്ടൊക്കെയാ ഈ പറഞ്ഞ പോലെ ഉള്ളി മൂക്കുന്നൊക്കെ. അതെന്ന് വെച്ചാൽ ആ ചീനച്ചട്ടിക്കകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണമയം വേണം. പിന്നെ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ബട്ടറും വെളിച്ചെണ്ണയും നെയ്യും ഏറ്റവും ബെസ്റ്റ് ഫാറ്റാന്നാ ഡോക്ടേഴ്സ് പറയുന്നത്. അതിനൊരു ദോഷവും ഇല്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് വാരിക്കോരി ഒഴിക്കാമല്ലോ എന്നല്ല, പക്ഷെ എന്നാലും എണ്ണയ്ക്ക് എണ്ണ വേണം. സ്വാദ് പോകാൻ പാടില്ലല്ലോ. നമ്മുടെ ചെറിയ ഉള്ളി ഇച്ചിരി മൂത്ത് തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇഞ്ചിയും അങ്ങ് മൂത്തോളും. ഇച്ചിരി കൂടെ ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ആ പൊടിയെല്ലാം ചേർക്കാവേ. പൊടി ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം എപ്പോഴും കുറയ്ക്കുക. ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമൊന്നും ഇല്ല, പക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാലും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരാള് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു അറിവാവുന്നെങ്കിൽ ആയിക്കോട്ടെ. ഓക്കെ, ഇനി അങ്ങോട്ട് തീ കുറച്ച് വെച്ച് ഞാൻ പൊടികളൊക്കെ ചേർക്കുക. ആദ്യം ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയേ. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാ, അതുകൊണ്ട് ഞാൻ തൽക്കാലം 1 ടീസ്പൂണേ ഇടുന്നുള്ളൂ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി 1 ആണെങ്കിൽ മല്ലിപ്പൊടി 2. ഇതിനകത്ത് ഗരം മസാല ഇല്ല, വേണ്ടിയവർക്ക് ഇടാം. പക്ഷെ ഇതിനകത്ത് തന്നെ അറിയോ, ഗരം മസാല ഇടാത്ത എന്നാന്ന് വെച്ചാല് ഇറച്ചി പോലെ അതിനങ്ങനെ അങ്ങ് പിടിക്കാനും വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പൊ കാഷ്യൂ മാത്രമല്ലേ ഇടുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒത്തിരി. അല്ലെങ്കിൽ ഒരു മസാല കുത്തൽ വരുമെന്നാ പറയുന്നത്. പൊടിയുടെ പച്ചച്ചോവ മാറുക, കട്ടി പാത്രം ആയതുകൊണ്ട് അധികം നേരമില്ല. ഒരുപാട് നമ്മളിട്ട് മൂപ്പിക്കുവാണെങ്കിൽ ഒരു കരിച്ചോവയും വരും. അപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത്, നെക്സ്റ്റ് തക്കാളി ചേർക്കുവാണേ. ഈ തക്കാളി ചേർത്തേച്ചുണ്ടല്ലോ അതിനകത്തൊരു വെള്ളത്തിനൊരു മയം ഉണ്ടല്ലോ, ആ മയം വെച്ചിട്ട് എണ്ണ തെളിയണം. അതായത് തക്കാളി നല്ല ഉടഞ്ഞു വന്നേച്ച് നമ്മൾ ചേർത്ത എണ്ണ തെളിഞ്ഞു വരുമ്പോ അടുത്ത് ചേർക്കണം. തക്കാളി ഇച്ചിരി വേവാനും ഉടയാനും നമുക്കൊരു ഇച്ചിരി സഹായിച്ചു കൊടുക്കാം. സഹായിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ, ഒരു ഇച്ചിരി വെള്ളം ഒഴിക്കാം. ഇച്ചിരി വെള്ളം ഒഴിക്കാം എന്ന് പറഞ്ഞേച്ച് അപ്പോഴായിട്ട് അങ്ങ് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞേച്ച് എന്നെ കുറ്റപ്പെടുത്തരുത്. കാര്യം എന്നാന്ന് വെച്ചാൽ ഉള്ള കാര്യം എന്നാന്ന് വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ ചട്ടി ചൂടാ. അന്നേരം നമ്മൾ ഒഴിക്കുന്ന വെള്ളം പെട്ടെന്ന് വാപ്പറേറ്റ് ചെയ്ത് പോകാൻ അധികം നേരമൊന്നുമില്ല. അപ്പൊ തക്കാളിക്കൊന്ന് അതുമായിട്ടൊന്ന് മെർജാവാനുള്ള സമയം പോലും കിട്ടുകയല്ല, അന്നേരത്തേന് അങ്ങ് പറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല മാഷായിട്ട് അത് ആ ഗ്രേവി ഒന്ന് കൊഴുക്കണേ, അതാ കണക്ക്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിളമ്പുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ തക്കാളി ഉള്ളി അങ്ങനെ ആയിട്ട് കിടക്കും. ഒരു തിക്ക് ഗ്രേവി ആക്കിക്കോളൂ. ഇനി ഇങ്ങനെ അപ്പോഴപ്പോഴായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 2-ാം പാലുണ്ട്, അത് ചേർത്താലും മതി. എരിവ് കണക്കാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ചേർക്കുവാന്നുണ്ടെങ്കിൽ 2 പച്ചമുളക് ഇടുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നമ്മുടെ ഗ്രേവി ഇപ്പൊ കണ്ടറിയാം നല്ലൊരു മാഷായി. പക്ഷെ
ഞാൻ പറഞ്ഞ പോലെ ടൊമാറ്റോയുടെ തക്കാളിയുടെ ആ ഒരു തൊലി ഉള്ളത് കൊണ്ടാണ് അത് അങ്ങനെ ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകാത്തത്. നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ ഡയലോഗ് അടിച്ചേച്ച് ഈ പറഞ്ഞ പോലെ അതിനെ മാഷ് ആക്കി എടുത്തില്ല എന്നേ. പക്ഷെ തൊലി കളഞ്ഞേച്ച് നമ്മളൊന്ന് ബോയിൽ ചെയ്തേച്ച് ഇടുവാണെങ്കിലോ ഇതെല്ലാം പോട്ടെ, ഒന്ന് അരച്ച് ചേർക്കുവാന്നെങ്കിലും മതി. ഇത്രയും ബുദ്ധി എനിക്ക് പോവാത്തതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിട്ടെ. ഇനിയിപ്പോൾ എന്നാ ചെയ്യാൻ നോക്കും, അരിഞ്ഞിട്ടു തൊലി കാണുകയും ചെയ്യുന്നു. ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുക്കിങ്ങിൽ ഇതൊക്കെ ഇതിനകത്തുള്ളതാ. ഇനിയിപ്പോൾ അടുത്ത് എന്നാ ചേർക്കാൻ പോകുന്നത്, കശുവണ്ടിയാ ചേർക്കാൻ പോകുന്നത്. നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ ചേർത്താൽ മതി. മോസ്റ്റ്ലി ചേർക്കുന്നത് പച്ച കശുവണ്ടിയാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ അതല്ല ഉള്ളത്, സാധാ നോർമൽ കാഷ്യൂ ഉള്ളത്. ഇനിയിപ്പം നമുക്ക് തേങ്ങാപ്പാൽ. കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ എണ്ണ ഒന്ന് തെളിഞ്ഞോട്ടെ, അപ്പം ആ ടേസ്റ്റ് ഒച്ചിരി കൂടി ഒന്ന് നല്ലതായിരിക്കും. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള ഉപ്പ്, അതായത് ഞാൻ ഒത്തിരി എടുത്തില്ല. ഞാൻ പറഞ്ഞ പോലെ ഇറച്ചി കഷ്ണങ്ങളൊന്നുമില്ല, വെറും കശുവണ്ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഗ്രേവിയെ കണക്കാക്കി മാത്രം ഉപ്പിട്ടേച്ചാൽ മതി. ഇനി നമ്മൾ ഈ ചേർത്തിരിക്കുന്ന കശുവണ്ടി, പാല്, മസാല എല്ലാം ചേർത്തു. ഇത് കുറുകി വരാൻ അധികം സമയമില്ല, കുറച്ച് മതി. പിന്നെ ഈ പറഞ്ഞ പോലെ പച്ച കശുവണ്ടി അല്ലാത്തതുകൊണ്ട് ഇത് വേവാനും അധികം നേരം വേണ്ട. ഈ സമയത്താണ് ഞാൻ പറഞ്ഞ കുറച്ച് വറുത്ത പനീറും കൂടെ ഉണ്ടെങ്കിൽ ചേർക്കാം, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. അത് ഓപ്ഷണലാണ്. ചിലർക്ക് പനീർ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രം. ഇത് പക്ക ഒരു നാടൻ കറിയാണ്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കശുവണ്ടി ഒന്ന് വേവണം. ഒരു 1/4 അല്ലെങ്കിൽ അരഭാഗം വെന്തതാണ്. പക്ഷെ എന്നാലും ഒരു ഇച്ചിരി കൂടി ആ മസാല ഒന്ന് ആ കശുവണ്ടിയിൽ പിടിക്കാൻ വേണ്ടി, ഒരുപാടൊന്നും മസാല പിടിക്കും എന്നുള്ള വിചാരമല്ല, പക്ഷെ എന്നാലും ഒരു ഇച്ചിരി ഒന്ന് പിടിക്കണം. അത് കഴിഞ്ഞേച്ച് നമുക്ക് 1/4 പാലും ചേർക്കണം, കശുവണ്ടിയുടെ പേസ്റ്റും ചേർക്കണം. ഞാൻ ചേർത്ത് 1/4 പാല് അതിൻ്റെ സ്ട്രെയിറ്റ് ഹാഫ് ആയിട്ടുണ്ട്. ഇനി എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കശുവണ്ടി അരച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർക്കണമല്ലോ. അല്ലേ ആ ഗ്രേവിക്കകത്തോട്ട് ആ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മുടെ 1/4 പാലും ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ ഇതിനകത്ത് നമ്മുടെ 1/4 പാല് ചേർക്കട്ടെ. നമ്മുടെ കറി കുറുകുന്നതനുസരിച്ച് നമ്മൾ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർത്താൽ മതി. കാര്യം ഒരുപാട് ചേർത്ത് കഴിയുമ്പോൾ 1/4 പാല് നല്ല കട്ടിക്ക് എടുത്തോണ്ടില്ലേ, അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് കൂടെ ചേർക്കുമ്പോഴത്തേക്ക് ഒത്തിരി അങ്ങ് കുറുകിപ്പോവും. അപ്പോൾ അത്രയും വേണ്ട, നമ്മൾ ആ നോക്കിയേച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേച്ച് ചേർത്താൽ മതി. ഇനി എന്നാന്ന് വെച്ചാൽ അതിനകത്ത് വേണ്ടിയത് ഒറ്റ കാര്യമുള്ളൂ. വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം, അതല്ല താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട. ഇല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒക്കെ ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഈ രണ്ടും ചേർത്തതിന് ശേഷം ഞാൻ ഇച്ചിരി നേരം അടച്ചു വെക്കുന്ന എന്നാന്നറിയാവോ, എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് അതിൻ്റെ ആ പച്ചച്ചോവയൊന്ന് മാറണം, അത്രേ ഉള്ളൂ. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു, ഞാൻ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഇറച്ചി പ്രതീക്ഷിച്ച് കറി കഴിക്കരുത്. ഒരു വെജിറ്റേറിയൻകാർക്ക് അതൊരു എന്താ പറയുക, ഫീൽ ഗുഡ് ഒരു കറിയായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ഉപ്പ്, എരിവ്, പുളി ഇതെല്ലാം വരുന്ന ഒരു കറിയാണ്. എല്ലാം കൂടെ മസാല കൂടുതലില്ല, എന്നാൽ ഒരു എരിവ് കിട്ടും. പുളിശ്ശേരിയുടെ കൂടെ ഒക്കെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ ചപ്പാത്തി, അപ്പം ഇതെല്ലാം നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ പനീർ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം, വേറെ ഒന്നും വേണ്ട. എന്തായാലും ഞാൻ പറയല്ലേ, ഒരു കർക്കിടക മാസം തുടങ്ങുന്നത് തന്നെ ഒരു സോഫ്റ്റ് ആൻഡ് ഫീൽ ഗുഡ് ആയിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Aquastar പാത്തുകളും ക്ലാമ്പുകളും, Aquastar rain water pipes, മറ്റെല്ലാം ചുമ്മാ. Ali's Kitchen. Let's cook with love.